നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷ. അമരവിള LMS വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം. നവീകരിച്ച കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അമരവിളയിലെ LMS വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമായി. LMS LP സ്കൂളിലെ പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും LMS ഹൈസ്കൂളിലെ നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അമരവിള LMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന +1 പ്രവേശനോത്സവവും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനവും 2026 ജൂലൈ 6 ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ പ്രിൻസൻ ബെൻ തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ചു. മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ MLA പരിപാടിയിൽ വിശിഷ്ട അതിഥിയായും മുഖ്യ സന്ദേശക പ്രഭാഷകനായും പങ്കെടുത്തു. മഹായിടവക ട്രഷറർ റവറൻഡ് ഡോക്ടർ AP ക്രിസ്റ്റൽ ജയരാജ് ആശംസകൾ നേർന്നു. ചടങ്ങുകളിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ WR ഹീബ, ലോക്കൽ മാനേജർ റവറൻഡ് W ജോൺ വില്യം, മഹായിടവക എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി എഞ്ചിനീയർ S സത്യരാജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PS ഫ്രാൻസിസ്, LMS LP സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് NN ലിംസി, LMS ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മേരി ജെയിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ J പ്രജീന ജെയിൻ, PTA പ്രസിഡന്റ് ജഗൽ പ്രസാദ്, വാർഡ് മെമ്പർ ചന്ദ്രബാബു തുടങ്ങിയവരും മറ്റ് സ്കൂൾ ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രസ്ഥാനം മുൻകാലങ്ങളിൽ നടത്തിവരുന്ന ഏരിയ സമ്മേളനം കോഫി വിത്ത് ജീസസ് എന്ന പേരിൽ ഈ വർഷവും 12 ഏരിയ കേന്ദ്രീകരിച്ച് നടത്തുന്നു. 2026 ജൂലൈ 12 ഞായറാഴ്ച നെടുമങ്ങാട്, വെള്ളനാട്, കാട്ടാക്കട ഏരിയയിലും 2026 ജൂലൈ 19 ഞായറാഴ്ച ബാലരാമപുരം, കാഞ്ഞിരംകുളം, പാറശാല ഏരിയകളിലും 2026 ജൂലൈ 26 ഞായറാഴ്ച വെള്ളറട, പെരുങ്കടവിള, നെയ്യാറ്റിൻകര ഏരിയകളിലും 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച വട്ടപ്പാറ, തിരുവനന്തപുരം, പേയാട് ഏരിയകളിലും യഥാക്രമം നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിൽ ഏരിയ സമ്മേളനം നടത്തുന്നതാണ്. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുഭാവം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു തലമുറയെ പണിതെടുക്കുന്ന ഈ ഉദ്യമത്തിൽ പങ്കുചേരാൻ എല്ലാ യുവതീ-യുവാക്കളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. CSE ദക്ഷിണ കേരള മഹായിടവക ശ്രീജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മംഗല്യ 2026 അനുഗ്രഹീതമായ നടത്തിപ്പിലേക്കായി 2026 ജൂലൈ മാസം 19 തീയതി ഞായറാഴ്ച ദക്ഷിണ കേരള മഹായിടവക മംഗല്യ ഞായറായി ആചരിക്കുന്നു. 2026 ഓഗസ്റ്റ് 15 ഈ വർഷത്തെ മംഗല്യ MMCSA കത്തീഡ്രലിൽ വെച്ച് നടത്തുന്നു. ഏകദേശം 10 ലക്ഷം രൂപയാണ് ഓരോ ദമ്പതിക്കും ചെലവാകുന്നത്. ഈ ഒരു ബൃഹത് പദ്ധതിക്ക് ഭീമമായ ചെലവുള്ളതിനാൽ ഡിസ്ട്രിക്ട് ചെയർമാന്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളിലും അന്നേ ദിവസം ശ്രീജന സഖ്യ പ്രതിനിധി കടന്നു വരികയും മംഗല്യ 2026 കുറിച്ച് പൊതു ആരാധനയിൽ സംസാരിക്കുകയും വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യും. തുടർന്നുള്ള സ്തോത്രക്കാഴ്ച സ്വീകരിച്ച് മഹായിടവക ശ്രീജന സഖ്യ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. എല്ലാ വൈദികരും സഭാ ശുശ്രൂഷകരും മംഗല്യ 2026 വിജയത്തിനായി പ്രാർത്ഥിക്കുവാനും സഹകരിക്കുവാനും അറിയിക്കുന്നു. CSE ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യ വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ മുക്തി 2026 എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും പോസ്റ്റർ ഡിസൈനിംഗ് മത്സരവും നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ജൂലൈ മാസത്തിൽ ഓരോ ഞായറാഴ്ചയും 3 ഏരിയ വീതം 4 ആഴ്ചകളിലായി 12 ഏരിയയിലും സന്ദർശിക്കുകയും സന്ദേശം നൽകുകയും കുട്ടികൾക്കായി ഒരു പോസ്റ്റർ ഡിസൈനിംഗ് മത്സരം നടത്തുകയും ചെയ്യുന്നു. മഹായിടവക യൂത്ത് ബോർഡിന്റെ കോഫി വിത്ത് ജീസസ് എന്ന പ്രോഗ്രാമിനോട് ചേർന്നാണ് ഇത് നടക്കുന്നത്. ലഹരിക്കെതിരെ ജാഗ്രത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. വിവിധ ഏരിയകളിലായി നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ യഥാക്രമം വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ബോധവൽക്കരണ ക്ലാസും 5:30 മുതൽ 6 മണി വരെ പോസ്റ്റർ ഡിസൈനിംഗ് മത്സരവും നടത്തുന്നു. ഗ്രേഡ് 1 ഇൻഫാന്റ് ആൻഡ് പ്രൈമറി, ഗ്രേഡ് 2 സബ് ജൂനിയർ ആൻഡ് ജൂനിയർ, ഗ്രേഡ് 3 ഇന്റർമീഡിയറ്റ് ആൻഡ് സീനിയർ, ഗ്രേഡ് 4 സൂപ്പർ സീനിയർ, ഗ്രാജുവേഷൻ ആൻഡ് അഡൾട്ട് തുടങ്ങിയ വിഭാഗങ്ങൾ തമ്മിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. പോസ്റ്റർ രചനയ്ക്ക് ആവശ്യമായ പേപ്പർ സംഘാടകർ നൽകുന്നതാണ്. ക്രയോൺസ്, സ്കെച്ച് പെൻ, വാട്ടർ കളർ എന്നിവ ഉപയോഗിക്കാം. ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പോസ്റ്ററിൽ ഉൾപ്പെടുത്തണം. പേര്, സഭയുടെ പേര്, ഡിസ്ട്രിക്ട്, ഗ്രേഡ് എന്നിവ പേപ്പറിൽ രേഖപ്പെടുത്തണം. രജിസ്ട്രേഷൻ ഫീസ് 25 രൂപ മത്സര ദിവസം നൽകേണ്ടതാണ്. CSE ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കിന്നരം ക്ലബ്ബ് കയ്യെഴുത്ത് പ്രതി മത്സരം നടത്തുന്നു. നിന്റെ വചനത്താൽ എന്നെ താങ്ങേണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ആർട്ടിക്കിൾ തയ്യാറാക്കേണ്ടത്. കൈയക്ഷരം, ഭാഷാശുദ്ധി, ഉള്ളടക്കം എന്നിവ പ്രധാനമാണ്. ചിത്രങ്ങൾ പ്രിന്റിംഗോ ഫോട്ടോസ്റ്റേറ്റോ ആകരുത്. സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 സെപ്റ്റംബർ 21 മഹായിടവക ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതി ഓഫീസിൽ എത്തിക്കണം. CSE ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബിബ്ലിയ മെഗാ ബൈബിൾ ക്വിസ് 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച LMS കോമോഡിൽ വെച്ച് നടക്കുന്നു.
ജൂനിയർ ഗ്രേഡ് മുതൽ അധ്യാപകർ വരെയുള്ളവർക്ക് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാം. ജൂനിയർ മുതൽ സൂപ്പർ അഡൾട്ട് സെക്കൻഡ് വരെ അതത് ഗ്രേഡിലെ 20 പാഠങ്ങളിൽ നിന്ന് 50% ചോദ്യങ്ങളും, കിന്നരം 2026 ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ളതിൽ നിന്ന് 20% ചോദ്യങ്ങളും, വേദ അധ്യായന പഞ്ചാംഗത്തിലെ വേദഭാഗം ജൂലൈ മാസം വരെയുള്ളതിൽ നിന്ന് 30% ചോദ്യങ്ങളും ഉണ്ടാകും. അധ്യാപകർക്ക് കിന്നരം 2026 ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ളതിൽ നിന്ന് 30% ചോദ്യങ്ങളും, വേദ അധ്യായന പഞ്ചാംഗത്തിലെ വേദഭാഗം ജൂലൈ മാസം വരെയുള്ളതിൽ നിന്ന് 70% ചോദ്യങ്ങളും ഉണ്ടാകും. ജൂനിയർ, ഇന്റർമീഡിയറ്റ്, സീനിയർ ഗ്രേഡുകൾക്ക് 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും, സൂപ്പർ സീനിയർ അഡൽട്ട് ഗ്രാജുവേഷൻ ഗ്രേഡുകൾക്ക് ഉച്ചയ്ക്ക് 3 മണിക്കും, സൂപ്പർ അഡൽട്ട് ഫസ്റ്റും സെക്കൻഡും അധ്യാപകർക്കും വൈകുന്നേരം 4 മണിക്കുമായിരിക്കും മത്സരം നടക്കുന്നത്. ഓരോ വിഭാഗത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന എത്ര ടീമുകൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 17 ആണ്. രജിസ്ട്രേഷൻ ഫീസ് ഒരു ടീമിന് 100 രൂപയാണ്. CSE ദക്ഷിണ കേരള മഹായിടവക ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ സമിതി ഒരുക്കുന്ന സാമ്രാജ് ഷോ 2026 സെപ്റ്റംബർ 6 ഞായറാഴ്ച വൈകുന്നേരം 6:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഈസ്റ്റ് ബോട്ട് കാർത്തിക തിരുനാൾ തിയേറ്ററിൽ വെച്ച് നടക്കുന്നു. വിശ്വപ്രസിദ്ധ മഹാമാന്ത്രികൻ പ്രൊഫസർ സാമ്രാജ്യ സംഘവും അവതരിപ്പിക്കുന്ന നൂതന ദൃശ്യ വിസ്മയമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ദക്ഷിണ കേരള മഹായിടവകയിലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹോമുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനം സമാഹരിക്കുക എന്നതാണ് ഈ മാജിക് ഷോയിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഹോമിലെ മക്കളുടെ പ്രത്യേക കലാപ്രകടനങ്ങളും ഉണ്ടാകും. ദൃശ്യവിസ്മയവും കനിവിന്റെ കൈകോർക്കലും ഒത്തൊരുമിക്കുന്ന ഈ സംഗമവേദിയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നൂതന ദൃശ്യവിസ്മയമായ സാമ്രാജ്യ ഷോ കാണുന്നതിന് ആവശ്യമായ ടിക്കറ്റുകൾ മഹായിടവക ചാരിറ്റബിൾ ഓഫീസിൽ നിന്നും മഹായിടവകയിലെ വിവിധ ഹോമുകളിൽ നിന്നോ നിശ്ചിത തുക കൈപ്പറ്റി വാങ്ങാവുന്നതാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.